ഇന്ന് പ്രൊപ്പോസൽ ഡേ ആണെന്ന് കണ്ടു, വാലന്റൈൻസ് ഡേയുടെ മുന്നോടിയായിട്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു തമാശയാണല്ലോ, ആരും അങ്ങനെ വലിയ സീരിയസ് ആയിട്ടൊന്നും വാലന്റൈൻസ് ഡേ ഒന്നും കാണത്തില്ല എന്നൊക്കെ ഇപ്പോഴാണ് ഈ വാലന്റൈൻസ് ഡേ ഒക്കെ വന്നത് തന്നെ. പക്ഷെ എന്നാലും ഈ വാലന്റൈൻസ് ഡേയും വളരെ സീരിയസ് ആയിട്ട് കാണുന്നവരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്കിടയിൽ, എൻ്റെ കോളേജിലെ കുഞ്ഞുങ്ങൾക്കിടയിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നവരുണ്ട് കേട്ടോ. പ്രണയം അത്ര നിസ്സാരമായി കാണുന്ന കൂട്ടരല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. പിന്നെയും മുതിർന്നവരാണ് കാരണം മുതിർന്നവരാണ് പലപ്പോഴും വിഷം ചേർക്കുന്നത് പ്രണയത്തിൽ. എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞോട്ടെ. നമ്മളുടെ എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും നമ്മളുടെ ഒരു 24 മണിക്കൂറും അവർക്ക് കൊടുക്കരുത്. കാരണം എപ്പോഴും അവൈലബിൾ ആയിട്ട് നമ്മളെപ്പോഴും കിട്ടുന്ന ഒരാളാണെന്ന് അവർക്ക് തോന്നിയാൽ അവിടെ നമ്മുടെ വില ഇടിഞ്ഞു പോകും. നമ്മളുടെ സ്പേസ് എന്ന് പറയുന്നത് അതിന് ഒരു വിലയുണ്ട്. അപ്പം അതിന് വില തരാത്ത ആളാണോ മറുവശത്ത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് വില തരാത്ത ആളാണോ, വില തരുന്നത്, വില എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ കാണുന്നതുകൊണ്ട് എഴുന്നേറ്റ് ബഹുമാനിക്കണമെന്നുള്ളതല്ല. പക്ഷെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയോട് ഒരു ബഹുമാനമുണ്ടോ, അതോ അവരുടേതായ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കാര്യം നേടാൻ വേണ്ടി സ്വാർത്ഥ താല്പര്യത്തിനായിട്ടാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടാവണം. കാരണം അവർക്ക് അവരുടെ സമയം കഴിയുമ്പോൾ, അവരുടെ ആ താല്പര്യത്തിൻ്റെ സമയം കഴിയുമ്പോൾ അവർ പോകും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വല്ലാണ്ട് തകർന്നു പോകും. പലപ്പോഴും ആ തകർച്ചയുടെ ആഴം മറ്റൊരാളത് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതിൽ പിടിച്ചു കയറുക എന്നൊക്കെ പറയുന്നത് വലിയ ടാസ്ക്കാണ്, വല്ലാത്തൊരു ടാസ്ക്കാണ്. ഇട്ടിട്ട് പോകുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഈ അവര് ഉപേക്ഷിച്ച് കളഞ്ഞ ആളുകൾ എത്രത്തോളം ഷാറ്റേഡാണ്, എത്ര 100 കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയ ഹൃദയത്തിന് ഉടമകളാണ് അവർ. അപ്പം നമ്മൾ ഒരാൾക്ക് കടക്കാനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു മുൻകരുതൽ വേണം. നമുക്ക് നമ്മളെ നഷ്ടമാക്കിക്കൊണ്ട് ഒരാൾക്കും ഇടം കൊടുക്കരുത്. കാരണം നാളെ അവരിട്ടിച്ചു പോയാലും നമുക്ക് ജീവിക്കണം. ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് പ്രൊപ്പോസൽ ഡേ ആണ്, നല്ലത് വരട്ടെ. പക്ഷെ ചതിയിൽ കുടുങ്ങാതെ സൂക്ഷിക്കാം.